ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ ചെറുപയറുണ്ടാവും. പക്ഷെ നമ്മളത് കറി വെച്ചിട്ടൊക്കെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അതങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ മക്കളെ കഴിപ്പിക്കാനായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കൂ, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പൊടിയരിയാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് പൊടിയരി എടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ചെറുപയറുമാണ്. അപ്പോൾ ഇതേ അളവിൽ തന്നെ ചെറുപയറും എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പൊടിയരിയും 1/4 കപ്പ് ചെറുപയറുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെറുപയർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മക്കളെ കഴിപ്പിക്കാൻ വേണ്ടി ഒരേ അളവെടുത്തു എന്നുള്ളൂ, ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപയർ കഞ്ഞിയാണ്. മക്കൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. കുഞ്ഞു മക്കൾ മുതൽ വലിയവർ വരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയർ തലേ ദിവസം കുതിർത്തി വെച്ചിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്, വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മുള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുപയർ നമുക്ക് കുതിർത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ മുളപ്പിച്ചിട്ടോ കുതിർത്താതെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെറുപയറും അരിയും കൂടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചതിന് ശേഷം 4 വിസിൽ കഴിഞ്ഞതിന് ശേഷം കുക്കർ തുറക്കാം. അപ്പോൾ ഇതുപോലെ നല്ല സെറ്റായിട്ടുണ്ടാകും. നമ്മുടെ പയറും അരിയൊക്കെ കൂടി വെന്ത് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരുവിധം അറിയാവുന്നത് തന്നെ ആയിരിക്കും. എന്നാലും നമ്മുടെ സ്കൂൾ ലൈഫിലൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു ചെറുപയറും ചോറും ഉണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.